എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആര്യ. മൈഡ്രീംസ്മൈഹാപ്പിനെസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ പച്ചമുളകിലും കാന്താരിയിലും നല്ല തിങ്ങി നിറഞ്ഞ് നല്ല കുലകുലയായിട്ട് മുളകുകൾ ഉണ്ടാകുന്നതിനുള്ള ഒരു അടിപൊളി വളം നിങ്ങളെ പരിചയപ്പെടുത്താനും അതെങ്ങനെയാണ് നമുക്ക് നമ്മുടെ ചെടികൾക്ക് കൊടുക്കേണ്ടതെന്ന് കാണിച്ചു തരാൻ കൂടിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനുമായിട്ട് കണ്ടാൽ മാത്രമേ ഞാൻ കൊടുക്കുന്നത് പോലെ ഞാൻ എന്തൊക്കെയാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുകയുള്ളൂ. നമ്മുടെ ഈ ഒരു മുളകിന്റെ ചെടി എന്ന് പറയുന്നത് ഒത്തിരി വലുതായിട്ട് പോലും നമ്മുടെ ഈ ചെടിയിൽ യാതൊരു കായ്പിടുത്തവും ഇല്ലാതെ ഒരു മുരടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു നമ്മളുടെ ഈ ഒരു ചെടിയുടേത്. എന്നാൽ ഈ ഒരു വളം കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മുളക് ചെടിയിൽ തിങ്ങി നിറഞ്ഞ് ഇതുപോലെ കണ്ടോ നല്ല കുലയായിട്ടാണ് നമുക്ക് മുളകുകൾ ഉണ്ടാകാനായിട്ട് തുടങ്ങിയത്. ഒത്തിരി വളമൊക്കെ ഞാൻ കൊടുത്തിരുന്നു, ചാണകപ്പൊടിയും ഒക്കെ ഞാൻ കൊടുത്തിരുന്നു. എങ്കിൽ പോലും നമ്മുടെ ഇതിനകത്ത് കായ്പിടുത്തമൊന്നും കുറഞ്ഞ് ഒരു വളർച്ചയില്ലാതെ നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വളം കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മുളകിൽ ഇത് കണ്ടോ എല്ലാ ബ്രാഞ്ചസിൽ ഇങ്ങനെ കുലയായിട്ടാണ് നമുക്ക് മുളകുകൾ പിടിച്ചിരിക്കുന്നത്. കണ്ടോ നല്ല വലിപ്പമുള്ള മുളകുകളാണ്. അപ്പോൾ ഞാൻ കൊടുത്ത ഈ ഒരു വളം എന്താണ്, നമുക്ക് അത് ഏത് രീതിയിൽ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ സാധിക്കുമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു മനസ്സിലാക്കാം. ഈ ഒരു പച്ചമുളകിന്റെ ചെടി കണ്ടോ ഒത്തിരി ഉയർന്നിട്ടില്ലെങ്കിൽ പോലും നമുക്ക് നല്ല വിളവാണ് ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നത്. ഇതിന്റെ ഒരു വളർച്ചയൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യമേ മുരടിച്ച് ഇതിന്റെ ഇലകളെല്ലാം കുരുണ്ട് ഇതിന്റെ വളർച്ച തന്നെ ആ ഒരു സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അല്പം കോഴിവളമായിരുന്നു. ആ ഒരു വളം കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ പച്ചമുളകിൽ ഇത് കണ്ടോ ഇലയില്ല കണക്കാണ് നമുക്ക് മുളകുകൾ ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നത്. കണ്ടോ എല്ലാ ബ്രാഞ്ചിലും കുലയായിട്ടാണ് നമുക്ക് പച്ചമുളക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെടിയിൽ മാത്രമല്ല നമ്മളൊരു 5-10 മുളകിന്റെ ചെടികൾ ഇതുപോലെ വെച്ചിരുന്നു. എന്നാൽ ആ മഴ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഇത് പരിപാലിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അല്പം കോഴിവളം മാത്രമായിരുന്നു. അത് ഞാൻ വളരെ കുറച്ചളവിൽ ഇതിൻ്റെ ചുവട്ടിലൊന്ന് ഇട്ട് കൊടുത്ത് അല്പം മണ്ണും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഈ മഴയുള്ള സമയത്ത് അത് ഒലിച്ചു പോകാതെ ഇതിൻ്റെ ചുവട്ടിൽ കിടന്ന് നല്ലൊരു വളമായിട്ട് ലഭിച്ചിട്ടുണ്ടാകും അതിന്. അതുകൊണ്ടാണ് ഇതുപോലെ നമുക്ക് നല്ലൊരു വിളവ് പച്ചമുളകിൽ നിന്ന് ലഭിച്ചത്. എന്നാൽ നമുക്ക് ഇതുപോലെ തന്നെ ഒരു കാന്താരി നമുക്ക് ഒത്തിരി ഉയർന്ന് നല്ല തളിർത്ത് നിൽപ്പുണ്ട്. പക്ഷെ അതിനകത്ത് നമുക്ക് കായ്പിടുത്തം വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പച്ചമുളകിൽ ചെയ്ത ആ ഒരു വളം നമ്മുടെ കാന്താരിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു കാന്താരി ചെടി ഞാൻ ചട്ടിയിൽ വെച്ചിട്ടുള്ളതാണ്. ഇതിനകത്ത് കണ്ടോ ഇതിപ്പോൾ ഇത്ര ഉയർന്നിട്ട് പോലും നമ്മുടെ ഈ കാന്താരിയുടെ ചെടിയിൽ കായ്ഫലം വളരെ കുറവാണ്. 1-2 കായ്കൾ മാത്രമാണ് നമുക്ക് അവിടെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇത് ഒത്തിരി കരുത്തോടുകൂടി വളർന്നിട്ടുണ്ട്. പക്ഷെ ആ വളർച്ചയുടെ ആ ഒരു വിളവൊന്നും നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നില്ല. എങ്കിലും നമ്മൾ ആ ഒരു ചെറിയൊരു പച്ചമുളകിനകത്ത് നമ്മൾ കണ്ടപ്പോൾ അത് വളരെ ചെറുതാണെങ്കിൽ കൂടിയും നമുക്ക് ഒത്തിരി പച്ചമുളകാണ് കുലയായിട്ട് അതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ നമുക്കിത് കണ്ടോ ഇതിപ്പോൾ ഒത്തിരി ഉയർന്നിരിക്കുകയാണ്. ഒത്തിരി ഇലകളും ബ്രാഞ്ചസും ഒക്കെ വന്നിട്ടും നമുക്ക് ഇതിനകത്ത് കായ്പിടുത്തം വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പച്ചമുളക് ചെടിയുടെ കടയിൽ നമ്മൾ ഇട്ടുകൊടുത്ത ആ ഒരു കോഴിവളം നമുക്ക് ഈ ഒരു കാന്താരി മുളകിന്റെ ചുവട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് പച്ചമുളകിൽ ഇട്ട് കൊടുത്ത് നല്ല റിസൾട്ട് നമുക്ക് കിട്ടിയ ആ ഒരു വളം എന്ന് പറയുന്നത്. കണ്ടോ നല്ല ഉണങ്ങി പൊടിഞ്ഞ കോഴിവളമാണ്. ഇപ്പോൾ നമുക്ക് നല്ല മഴ കിട്ടിയാലും നമുക്ക് ഈ ഒരു വളം ഇട്ട് കൊടുത്താൽ നല്ല റിസൾട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. എന്ന് വിചാരിച്ച് നമ്മളിത് ഒത്തിരി ഒന്നും നമ്മൾ വാരിക്കോരി നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കരുത്, ചെടി ഉണങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് വളരെ കുറച്ചളവിൽ കണ്ടോ ഇത്രയും കുറച്ചളവിൽ നമുക്കിതിൻ്റെ ചുവട്ടിലൊന്ന് ഇട്ട് കൊടുക്കാം. പയ്യനെ ഒന്നും അതിൻ്റെ വേരുകളൊന്നും തട്ടിപ്പോകാതെ രീതിയിൽ നമുക്കൊന്ന് പയ്യനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വളമിട്ട് കൊടുക്കണം. അത് ഏത് കൃഷിയാണേലും നമ്മൾ അങ്ങനെ ചെയ്യാവുള്ളൂ. അല്ല വെറുതെ നമ്മൾ കൊണ്ടുപോയി വളമിട്ട് കൊടുത്താൽ അത് അവിടെ കിടന്ന് ആ വേരുകൾ വലിച്ചെടുക്കാൻ പറ്റാതെ അതങ്ങനെ വെറുതെ കിടക്കും. അപ്പോൾ ഒന്ന് വേരൊക്കെ ഒന്ന് പയ്യനെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിനകത്തുനിന്ന് വളരെ കുറച്ചളവിൽ
ഞാൻ പറഞ്ഞല്ലോ കോഴിവളമാണ്, വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. അത് ഇതിൻ്റെ തണ്ടിലൊന്നും മുട്ടാത്ത രീതിയിൽ അകത്തി വേണം ഇട്ട് കൊടുക്കാൻ. നമ്മുടെ ചെടിയുടെ തണ്ടിൽ മുട്ടാതെ ശ്രദ്ധിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. നമുക്ക് വളരെ ഇതിനിപ്പോൾ ഒരു 2-3 കണ്ടോ, ഇത് കണ്ടല്ലോ നിങ്ങൾ, ചെറിയൊരു തവിയാണ്, അതിനൊരു 2-3 സ്പൂൺ മാത്രമാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എപ്പോഴും ഞാൻ ചെയ്യുന്നതാണ്, നമ്മൾ കോഴിവളം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്പം ചകിരിച്ചോറ് ഇതിന് മുകളിലേക്ക് വിതറി കൊടുക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഈർപ്പം നമ്മുടെ ചെടിക്ക് കിട്ടുകയും ചെടി എപ്പോഴും ഒരു മഴ പെയ്ത ഫീലിൽ എപ്പോഴും നല്ല കരുത്തോടുകൂടി നല്ല പച്ചപ്പോടുകൂടി നിൽക്കുന്നതായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഉള്ളത് കൊണ്ട് ഇട്ട് കൊടുത്തതാണ്. നമുക്ക് ഈ ഒരു ചൂടിനെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചകിരിച്ചോറ് കൂടെ ഇട്ട് കൊടുത്തത്. ഇത്രയും മാത്രമേ ഉള്ളൂ. നമുക്ക് വീട്ടിൽ കോഴിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒട്ടും പ്രയാസമില്ല. അതിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്ത് ഉണക്കി സൂക്ഷിച്ച് വെച്ചാൽ മതി. അത് അങ്ങനെയല്ല, നമുക്ക് വളം മേടിക്കുന്ന കടകളിൽ നിന്നാണെങ്കിൽ പോലും ഒരു 1-2 കിലോയൊക്കെ നമ്മൾ കോഴിവളം വാങ്ങിച്ചു വെച്ചാൽ നമുക്കൊരു 2-3 സ്പൂൺ മതി ഒരു ചെടിക്ക്. ഒത്തിരി കാലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അങ്ങനെയാണ് നമുക്ക് പച്ചമുളകിൽ റിസൾട്ട് കിട്ടിയത്. അപ്പോൾ ഈ ഒരു ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. കൊടുത്തതിന് ശേഷം കണ്ടോ, നല്ല തിങ്ങി നിറഞ്ഞാണ് നമ്മുടെ ഈ ഒരു മുളക് ചെടിയിൽ കായ്കളെല്ലാം പിടിച്ചിരിക്കുന്നത്. കണ്ടോ, കുല്ലയായിട്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ 1-2 മുളകൾ അവിടെ ഇവിടെ ഉണ്ടായത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കണ്ടോ, എല്ലാ ബ്രാഞ്ചസിലും ഇതുപോലെ ഇങ്ങനെ കുലയായി ഉണ്ടായിരിക്കുകയാണ്. എല്ലായിടത്തും ഉണ്ട്. എല്ലാ നോട്ടിലും ഇപ്പോഴും ഒത്തിരി പൂക്കളും ഒക്കെ വയ്ക്കാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ കൊടുത്ത ആ ഒരു സ്പെഷ്യൽ വളം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ ആ കാണിച്ച രീതിയിൽ തന്നെ നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു മുളക് ചെടിക്ക് നമ്മൾ ഈ ഒരു കോഴിവളം കൊടുത്തതിന് ശേഷം ഒരു 2 ആഴ്ചയൊക്കെ ആയപ്പോഴാണ് നമ്മുടെ ഈ മുളക് ചെടിക്ക് നല്ല രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാകാൻ തുടങ്ങിയത്. അതിൻ്റെ എല്ലാ നോട്ടിലും പൂവും ആ പൂക്കളൊന്നും വാടിപ്പോകാതെ കൊഴിഞ്ഞു പോകാതെ നമുക്ക് എല്ലാം കായ്കളായിട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കായ്ക്കാനൊക്കെ തുടങ്ങിയിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു കോഴിവളം കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചാൽ നമ്മുടെ ഈ മുളക് ചെടിയിൽ വീണ്ടും നന്നായിട്ട് കായ്കൾ പിടിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ നമുക്കിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഈ കായ്കളൊന്നും നമുക്ക് പറിക്കാനായിട്ട് തോന്നത്തില്ല. അത്രയ്ക്ക് ഭംഗിയാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് കണ്ടോ, നല്ല വിളഞ്ഞിരിക്കുന്ന മുളകുകളാണ് ഇതൊക്കെ. നമുക്ക് കണ്ടോ, ഇതുപോലത്തെ ഒരു മുളക് എടുത്ത് നമുക്കതിൽ നിന്ന് നല്ല ഇതിൻ്റെ അരികളെല്ലാം കളക്ട് ചെയ്ത് നമുക്ക് ഇട്ടുപാകുകയാണെങ്കിൽ ഒത്തിരി മുളകിൻ്റെ തൈകൾ നമുക്ക് ഇതുപോലെ പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു വളം നിങ്ങളുടെ പച്ചമുളകിലോ കാന്താരിയിലൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അതിൻ്റെ റിസൾട്ട് എന്നെ ഒന്ന് അറിയിക്കുക. ഈ ഒരു വളം കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിക്കാതിരുന്നാൽ നമ്മുടെ ചെടിക്ക് അത് ഒത്തിരി ബാധിക്കും, മോശമായിട്ട് ബാധിക്കും. അപ്പോൾ നമുക്ക് വെയിലാണേലും മഴയാണേലും ഇതിനാവശ്യം വേണ്ട വെള്ളം കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. എങ്കിലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വിളവ് ഇതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന നമ്മുടെ ചെടികൾക്ക്, നമ്മുടെ മുളക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വളമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി.